കർത്താവിൻ്റെ ശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന ദിവസനിയിലായിരിക്കുന്ന എല്ലാവർക്കും വിശേഷാൽ ഈ സഭയുടെ സൂക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരായ സജി പാസ്റ്റർ, അതുപോലെ തന്നെ ഷിബു പാസ്റ്റർ, മറ്റ് ദൈവദാസന്മാർക്കെല്ലാം വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ പ്രാരംഭമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. May the name of Lord Jesus Christ be glorified. I thank God for this opportunity. I give my greetings to everybody gathered here, especially to the ministers of this church, Pastor Saji Pastor and Shiva Pastor. ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്ന് നിങ്ങളുടെ മുൻപിൽ ദൈവവചനമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം എന്നെ ശക്തനാക്കിയ പ്രാപ്തരാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും ഞാൻ ദൈവത്തിന് കരേറ്റുന്നു. I thank God, Jesus Christ, for He has given me the opportunity to come and stand in your midst and preach from the Word of God tonight. കർത്താവിൻ്റെ ദാസൻ എന്നെ പരിചയപ്പെടുത്തിയല്ലോ എങ്കിലും ഒരു വാക്കിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ എം കെ വർഗീസ് എന്നാണ്. ദീർഘവർഷക്കാലം അലയിലും മസ്കറ്റിലും വേലയോടനുബന്ധിച്ചും ജോലിയോടനുബന്ധിച്ചും ആയിരിക്കാൻ സർവശക്തനായ ദൈവം എന്നെ സഹായിച്ചു. നാട്ടിൽ 2004 കടന്നു വന്നു. ചർച്ച കോഡിൻ്റെ മിനിസ്റ്ററായി സേവനം അനുഷ്ഠിക്കുന്നതോടൊപ്പം തെലുങ്കാനയിൽ കോയ ട്രൈബ്സിൻ്റെ ഇടയിൽ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ചില സഭകൾ സ്ഥാപിക്കുവാനും അതിൻ്റെ ചുമതലയൊക്കെയും വഹിക്കുവാനും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്നു. Pastor's name is M.K. Varghese. He has been working in the Middle East for many years, including in the Lord's ministry as well as doing a secular job. In 2004, Pastor came back to Kerala and he was ministering in Church of God churches, and he has an outreach ministry happening in Telangana among the tribes as well. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ബൈബിൾ ക്ലാസ് നമുക്ക് കേൾക്കുവാനിടയായല്ലോ. അപ്പോൾ ദൈവവചന ചിന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ദൈവവചനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Today morning we were able to have a blessed session of Bible study through the pastor in the morning. I want to talk about the Word of God before going into the Word of God. ദൈവവചനത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്ന ദൈവവചനം ദ വേർഡ് ഓഫ് ഗോഡ് ഈസ് ലിവിങ് ആൻഡ് ഇറ്റ് ഈസ് ആക്റ്റീവ്. ദൈവവചനം ജീവനുള്ള വചനമാണ്, പ്രവർത്തിക്കുന്ന വചനമാണ്, അതിശക്തിയുള്ള വചനമാണ്. We see the three attributes of the Word of God is actually one, it is active, one, it is powerful, and it can do greater things in our life. വചനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്തോത്രം സൃഷ്ടിക്കുവാൻ കഴിയുന്നതാണ് ദൈവവചനത്തിന്റെ ശക്തി. We see that the power of the Word is that it can do a creation. ഈ വചനം തന്നെയാണ് ഉളവാകട്ടെ എന്ന് ആദിയിൽ കൽപ്പിച്ചപ്പോൾ സകലതും ഉളവായി വന്നത്. It is this word that commanded that let everything be created, and everything was created in the beginning. ഈ വചനത്തിന് സകല രോഗത്തെയും സൗഖ്യമാക്കാനുള്ള കഴിവുണ്ട്. This word has a power to heal any disease. സൗഖ്യമാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉടൻ തന്നെ 12 അല്ല 18 അല്ല 38 വർഷം പഴക്കമുള്ള രോഗം പോലും സൗഖ്യമാകുവാനിടയായി. We see a man who was sick for 38 years was healed through the word that was spoken to him. ഈ വചനത്തിന് നഷ്ടപ്പെട്ടതിനെ മടക്കി വരുത്തുവാൻ കഴിവുള്ള ശക്തിയുണ്ട്. This word has a power to bring anything back that has lost as well. ലാസർ മരിച്ചു, 4 ദിവസം കഴിഞ്ഞു നാറ്റം വെച്ചു. ലാസറെ മടങ്ങി വരിക എന്ന് കൽപ്പിച്ചപ്പോൾ ജീവനുള്ള ലാസർ പുറത്തു വന്നു. We see that Lazarus died and he was buried for 4 days. Still, when the word was spoken to him to come back to life, he did so. ഈ വചനത്തിന് ചിലതിനെ ശാന്തമാക്കുവാൻ കഴിയും. നമുക്കറിയാം, കാറ്റും കോളും പടകിനെ നേരെ ആഞ്ഞടിച്ചു. എന്നാൽ യേശു ക്രിസ്തു കൽപ്പിച്ചു ശാന്തമാകാ എന്ന് കൽപ്പിച്ചപ്പോൾ ആ സെക്കൻഡിൽ തന്നെ സകലതും ശാന്തമായി. We see the word has a power to have the command over even the nature. When Jesus commanded, the nature became quiet and calm. ഈ വചനത്തിന് ചിലതിനെ പുറത്താക്കുവാൻ കഴിയും. നമുക്കറിയാം, 6000 ഭൂതം ബാധിച്ച മനുഷ്യൻ ആർക്കും കൈകാര്യം ചെയ്യാത്ത വിഷയമായിരുന്നു, സകലരും കൈവിട്ട വിഷയമായിരുന്നു. എന്നാൽ സ്തോത്രം പുറത്തു പോകാതെ കൽപ്പിച്ചപ്പോൾ അന്ധകാര ശക്തി പുറത്തു പോയി. We see that actually the word has a power to command or outcast anyone who has been possessed with demon. We see Jesus Christ demonstrated with his power. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് പറയാനുള്ള ഈ വചനത്തിന് മുൻപാകെ നിസ്സാരമായി ആയിരിക്കരുത്. ഇത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന വചനമാണ്. So when we sit in the front of the word, let's make sure we are sitting with attention, because this word can change our life.
എന്നാൽ പലപ്പോഴും വചനം കേട്ടിട്ടും ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാതെ പോയത് വചനത്തിന്റെ കുറവ് കൊണ്ടല്ല, അതിന്റെ ശക്തിയുടെ കുറവ് കൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിലെ ചില കുറവുകളുണ്ട്. Please understand that if in case you heard the word of God and nothing has changed, it is not because the word is not capable, neither does it have any inability, it is because we have some lacking in our life. അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കൽ 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി പൗലോസ് ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. When he is writing the letter to the book of Thessalonians, he says that know our entrance in unto you, that it was not in vain, but even after that we had suffered before. 1 Thessalonians sorry. chapter 2 verse 1 Thessalonians chapter 2 verses 11, 13. അവിടെ നമുക്ക് കാണുവാൻ കഴിയും പൗലോസ് ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. We see that Paul is praising God without any interval. എന്താ പൗലോസ് ദൈവത്തെ സ്തുതിക്കുവാൻ കാരണം എന്ന് ചോദിച്ചാൽ വചനം പ്രസ്താവിച്ചവർ വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിക്കുവാനിടയായി. We see that when he was preaching the word of God, the power of word was manifesting among them. അതിന്റെ വ്യക്തമായ കാരണവും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ പൗലോസ് പറയുന്നു, ഞങ്ങൾ പ്രസംഗിച്ച വചനം ഹല്ലേലൂയ നിങ്ങൾ കേട്ടത് പൗലോസിന്റെ വായിൽ നിന്ന് വരുന്ന വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വചനമെന്ന് മനസ്സിലാക്കി അവർ ഏറ്റെടുത്തപ്പോൾ അതിന്റെ ശക്തി അവിടെ വ്യാപരിക്കുവാൻ. We see that actually when the people were listening to the word of God, they did not seek as Paul is speaking, but they seek the word of God as if it is coming from the heaven itself. ഇന്ന് പകൽക്കാലം ദൈവവചനം സംസാരിക്കുമ്പോൾ ഇത് സ്തോത്രമാലി ആര് സംസാരിക്കുന്നല്ല, എന്താണ് സംസാരിക്കുന്നത്? ഇത് ദൈവത്തിന്റെ വചനമാണ്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, എൻ്റെ രോഗത്തിന് സൗഖ്യമാകും നൽകുവാൻ, എൻ്റെ സ്തോത്രം ജീവിതത്തിൽ നഷ്ടമായ ചിലതിനെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിയുന്നത് ശക്തിയാണെന്ന് മനസ്സിലാക്കിയത് ഏറ്റെടുക്കുമെങ്കിൽ അതിന്റെ ശക്തി ഇന്ന് പകൽക്കാലം വ്യക്തമായി അനുഭവിച്ചറിയുവാനിടയാകും. The power of the God will manifest on us if we sit with the attention that this power of word, the word can change my life, it can heal my diseases, and it can change over anything that I have lost in my life. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 2-3 വാക്യത്തിലേക്ക് വരുമ്പോഴും നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, സ്തോത്രം ഹല്ലേലൂയ, നമ്മെപ്പോലെ അവരും സദ്വർത്തമാനം കേട്ടവരാണെന്ന്, കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാകിയാൽ കേട്ടത് കൊണ്ട് അവർക്ക് യാതൊരു ഉപകാരം ഉണ്ടായില്ല, വിശ്വസിച്ച നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിച്ചത്. We see that in the book of Hebrews, they say that actually they heard the word of God the same like how we hear the word of God. But since they could not convert the word of God into a belief of faith, they did not have anything benefiting from that. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന വചനം അത് വിശ്വാസമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കുമെങ്കിൽ നിശ്ചയമായും വന്നതുപോലെ ആരും കടന്നു പോകത്തില്ല. I tell you, if you are taking the word of God and converting it into faith in your life, you will not be the same when you go back. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരം ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. I can see the Holy Spirit's manifestations, his mighty power among us. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന മേൽ ചില പ്രവൃത്തി വെളിപ്പെടാൻ പോകുകയാണ്. This afternoon, whoever believes, the God's power will be delivered to them. ദൈവശക്തി വ്യാപരിക്കുന്നത് വിമർശിക്കുന്നവരുടെ മേലല്ല, വിശ്വസിക്കുന്ന മേലാ ദൈവശക്തി വ്യാപരിക്കുന്നത്. The power of God is manifested on anybody who is listening to the word of God, not for whoever is criticizing. ഞാൻ വേഗം വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. സ്തോത്രം, എസ്തേറിന്റെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിന്റെ അവസാന വാക്യം. സ്തോത്രം, ഞാൻ തന്നെ വായിച്ചു വിടാം. സ്തോത്രം, അവിടെ ഇങ്ങനെ പറയുന്നു, സ്തോത്രം ഹല്ലേലൂയ, അവൻ ഒരു യഹൂദ വംശക്കാരനെങ്കിൽ നീ അവന്റെ മുൻപിൽ നീ അവനെ ജയിക്കുകയില്ല, മാത്രമല്ല നീ അവന്റെ മുൻപിൽ തോറ്റുപോകും. So in this, if he is a Jew, yeah, it says the word says like that. If he is a Jew, there is no way you will prevail against him, or no way you will take victory over him. ഹല്ലേലൂയ. ഹാമാന്റെ ഭാര്യ സ്തോത്രം ഹാമാനോട് പറയുന്നതായ സ്റ്റേറ്റ്മെന്റ് ആണ് വായിച്ചത്. We read the statement that Haman's wife was giving to him about the Jews. നമുക്കിവിടെ നോക്കാം ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് വ്യക്തമായിട്ട് മൊർദെഖായെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം, നമുക്ക് രണ്ടുപേരെ ഒന്ന് നോക്കാം. സ്തോത്രം, ഇതെന്തുകൊണ്ടാണ് പറയുവാൻ കാരണമെന്നും അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൊർദെഖായെ ആദ്യം നോക്കാം. സ്തോത്രം ഹല്ലേലൂയ, അവനൊരു പ്രവാസിയായ മനുഷ്യനാണ്. We can look at the person whom we were talking about. Let's look at Mordecai. He is a foreigner. പദവികളില്ല, പണമില്ല, സ്ഥാനമാനങ്ങളില്ല, ഒരു കാര്യം അവന് ജീവിതത്തിലില്ല.
He does not have any quality, neither money, neither position, neither anything that's to be spoken about. നല്ലൊരു ജോലി പോലുമില്ല. രാജാവിന്റെ പടിവാതികൾ സ്തോത്രം ഗേറ്റ് കീപ്പറായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തി മാത്രം. He does not even have a good job to be spoken about or to be proud about. He was just a doorkeeper at the ഈ king's ഹാമാനെ palace. നോക്കിയ സ്തോത്രം രാജ്യത്തിന്റെ സെക്കൻഡ് ആയിട്ടുള്ള ആൾക്കാർ വ്യക്തിയാണ്, മന്ത്രിയാണ്. രാജാവ് കഴിഞ്ഞാൽ സകല അധികാരമുള്ള വ്യക്തിയാണ്. അധികാരമുള്ളവൻ, പദവിയുള്ളവൻ, പണമുള്ളവൻ, സ്തോത്രം അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഉള്ളവൻ, എല്ലാ മേഖലകളിലും ഉയർന്ന നിലവാരം പുലർത്തുന്ന വ്യക്തി. We see the Haman on the other side has a very good job. Actually, he is a second in line in command in this country. He is rich and has all the positions. എന്നിട്ടും ഹാമാന്റെ ഭാര്യ സ്തോത്രം ഹാമാനോട് പറയുക, സ്തോത്രം ഹല്ലേലൂയ, അവനൊരു യഹൂദ വംശക്കാരനെങ്കിൽ നീ അവനെ ജയിക്കത്തില്ല. But still his wife tells to Haman that if he is from Jew, you will never win over him. ഒരു ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, if he is a real Jew you cannot defeat him. In another translation it says if he is a real Jew you cannot defeat him. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവപൈതൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. യഥാർത്ഥ ഒരു ദൈവപൈതലെങ്കിൽ നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. Let me tell you, children of God, that if you are a true believer of Christ, there is no power that can destroy you. ഒരു യഥാർത്ഥ വിശ്വാസിയെ തകർക്കുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. No powers of this world will prevail against a believer of God. ഈ സ്തോത്രം എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്ന് നോക്കിയാൽ അവിടെ വ്യക്തമായി അതിന്റെ കാരണം കൊടുത്തിട്ടുണ്ട്. സ്തോത്രം അവനൊരു യഹൂദ വംശക്കാരനെങ്കിൽ. We see that actually because he is a Jew. യഹൂദ വംശക്കാരന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്തോത്രം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ദൈവപൈതലിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഒത്തിരി കാര്യങ്ങളൊന്നും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഒന്ന് ഓടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I want to tell you some of the qualities about being a Jew which would actually make the difference in this passage. ഒന്നാമത്തെ പ്രത്യേകത ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം. The book of Daniel chapter 1 verses 8 shows the first peculiarity about being a Jew. അവിടെ ദാനിയേൽ ഒരു തീരുമാനമെടുത്തു. തീരുമാനം എങ്ങനെയാണ്? സ്തോത്രം, രാജാവിന്റെ ഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞ് കൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കത്തില്ലെന്നൊരു തീരുമാനമെടുത്തു. We see that Daniel takes a very strong and firm decision saying that I will not drink nor the wine or from the king's table and make myself pollute. ഒന്നാമത്തെ യഹൂദന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനാണ്. The first peculiarity about being a Jew is that he will always keep his holiness. ഒരു യഥാർത്ഥ ദൈവപൈതൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവനെങ്കിൽ ഒരു ശക്തിക്ക് അവനെ തകർക്കുവാൻ കഴിയും. If a true believer is able to keep his holiness always focused on it, there is no power that can damage ഈ him. രാജാവിന്റെ കൊട്ടാരത്തിലുള്ള ഭക്ഷണം, രാജാവ് കുടിക്കുന്ന വീഞ്ഞിൽ എന്താ അശുദ്ധി എന്ന് പലരും ചോദിച്ചേക്കാം. You may be പക്ഷെ asked, ശാരീരികമായി നല്ലതായിരിക്കാം, പക്ഷെ ആത്മീയമായി നിന്നെ തകർക്കുന്നതാ. the food that's been given to the king, you may be asking what is wrong with that, but there is nothing wrong with that for you. But in your physical health it is good, but for your spiritual health that's detrimental. ആദ്യ നൂറ്റാണ്ട് തൊട്ട് സ്തോത്രം ഹല്ലേലൂയ ശത്രു ഹല്ലേലൂയ സ്തോത്രം ആത്മീയമായി തകർക്കുവാൻ വേണ്ടി ഉപയോഗിച്ച വലിയൊരു ആയുധമാണ് ആഹാരമെന്ന് പറയുന്നത്. We see that right from the beginning of the Bible, we see food is a source of many downfalls that we have seen in the word of God. നമുക്കറിയാം, ഏദൻ തോട്ടത്തിലെ തകർത്തത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവവുമായിട്ട് മനുഷ്യനെ അകറ്റിക്കളഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, ഭക്ഷണത്തിൽ കൂടെ തകർത്ത് കളഞ്ഞത്. We see that in the Garden of Eden, it is a fellowship with God was broken by the food that came in midst between them. ഇന്നും പല ഭക്ഷണത്തിൽ കൂടെ പിശാച് മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. We see that even today, a lot of food options we take are actually being used by Satan to destroy us. ഭക്ഷണത്തിൽ കൂടെ ഉപയോഗിക്കുന്നതായ ആ ശക്തിയുടെ വലിപ്പം ഇന്നും മന്ത്രവാദികളും ആവിചാരക്കാരും സ്തോത്രമാലയ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. We see that even these modern days, a lot of black magicians, a lot of such
doers of evil things know what can the food could do to our lives. സ്തോത്രം, ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം, ഇന്ന് പകൽക്കാലം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദൈവ പൈതലെങ്കിൽ നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. Let me stress once again that if you are a one who is standing for holiness, no power can destroy you. ഹല്ലേലൂയ. സ്തോത്രം, 1-ാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു, ഒരു വ്യക്തിയെ കാണുവാൻ കഴിയുന്നു, ഭാഗ്യവാനായ മനുഷ്യനെ അവിടെ കാണുവാൻ കഴിയും. We see when you come to the Psalms 1, we see a person who is very blessed. ആരാണ് ഭാഗ്യവാനായ മനുഷ്യൻ? ഒന്ന്, സ്തോത്രം, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ഇരിക്കുന്ന വ്യക്തി, വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ലോകത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവൻ. We see the world's most blessed person is a person who stands for his holiness and stays away from anybody who is doing evil. പിന്നെ അവൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, യഹോവയുടെ ന്യായപ്രമാണത്തിൽ അവൻ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിച്ച് സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, നിൽക്കുന്ന വ്യക്തിയാണ്. We see that actually this person, the second thing he does is actually day and night he delights as well as meditates in the word of God. അവന്റെ അനുഗ്രഹത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ ആറ്റരിക്കത്ത് നട്ടിരിക്കുന്നതും തക്കതാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും. മാത്രമല്ല അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. And we see that actually he will look like a tree planted by the rivers whose leaves will never wither and always bring forth fruits in its time, and whatever he does will be successful. ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത്, ഞാൻ വേഗം ഓടിച്ചു പോകുകയും വേഗം പറയുവാനുള്ളത്, സ്വന്തം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദൈവ പൈതലിന്റെ കൂടെ ദൈവം സാന്നിധ്യം ഉണ്ടാകുന്നത്. We see the presence of God goes with any believer who stands for holiness. ഹല്ലേലൂയ. ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ദൈവ സാന്നിധ്യം ഇല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. No matter whatever you are able to earn in this life, if you don't have the presence of God going with you, it is all futile. സ്തോത്രം, ഹല്ലേലൂയ. ദാനിയേലിനെ നോക്കിയ രാജകൊട്ടാരത്തിലാണ് താമസിക്കുന്ന, ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണം ലഭിക്കുന്നു. എങ്കിലും ഹല്ലേലൂയ അവൻ ഒരു തീരുമാനമെടുത്തു, ഹല്ലേലൂയ, ഭക്ഷണം കൊണ്ട് ഞാൻ അശുദ്ധനായി തീരത്തില്ല എന്നൊരു തീരുമാനമെടുത്തു. We see Daniel is living in a palace. He had access to the most royal food, but he took a stern decision that I will not infiltrate myself with this bad food. ദാനിയേലിനെതിരെയും പ്രതികൂലം കടന്നു വന്നു, പ്രതിസന്ധി കടന്നു വന്നു. He also had challenges and tribulations in his life. സ്തോത്രം, രാജാവ് സിംഹക്കുഴിയിൽ ഇടുവാൻ തീരുമാനമെടുത്തു. We see that actually the king decided to throw him into the den of lions. സ്തോത്രം, ഹല്ലേലൂയ. സിംഹം ആർത്തിയോടെ കടന്നു വന്നവനെ അറ്റാക്ക് ചെയ്യാൻ കടന്നു വന്നു. We see that the lion was eagerly wanted to tear him apart, അവനെ തൊടുവാൻ കഴിഞ്ഞില്ല. but they could not touch him. കാരണം സിംഹം ദാനിയേലിനെ അല്ല കണ്ടത്, ദാനിയേലിന്റെ കൂടെയുള്ള ദൈവത്തിനെയാ കണ്ടത്. Because this lion was able to see the presence of God that was with Daniel. ദൈവ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ ഒരു ശക്തിക്കും നമ്മെ തകർക്കുവാൻ If the കഴിയില്ല. presence of God is with you, no power can do anything to us. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ജീവിതത്തിൽ ഏതെങ്കിലും മേഖലകളിൽ പ്രയാസത്തിലൂടെ പ്രതികൂലത്തിലൂടെ പ്രതിസന്ധിയിൽ കടന്നു പോകുന്നെങ്കിൽ സ്തോത്രം, മടങ്ങി വരാ, ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുക. ദൈവ സാന്നിധ്യം നമ്മോട് കൂടിയിരിക്കും. If in case you have anything that's challenging going on in your life, come back to your holiness and you are able to restore, then the presence of God will go with us. അവിടെ നമുക്ക് അറിയാം, സ്തോത്രം, ചന്ദ്രക്ക് മേശക്ക് അബേദ്രം എന്ന എബ്രായ ബാലന്മാരെ തീച്ചൂള അവരെ നശിപ്പിക്കാതിരുന്നതിന് കാരണം അവരുടെ മിടുക്ക് കൊണ്ടോ അറിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ ഒന്നുമല്ല കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ, ദൈവ സാന്നിധ്യം അവരോട് കൂടെയിരുന്നു. We see that actually the 3 Hebrew brothers were not burnt in the fire. It is not because of any good qualities of themselves, but because of the presence of God with them. രാജാവ് 3 പേരെ ഇട്ടത്, ഇപ്പോൾ ഹല്ലേലൂയ 3 പേരല്ല, സ്തോത്രം, ഹല്ലേലൂയ, 4ാമനായി ഒരുവൻ വെളിപ്പെടും. The king threw 3 people into the fire, but the king saw a 4th person standing. വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദൈവ പൈതലേ, നിന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്, ഒരു തീച്ചൂളയും തന്നെ നശിപ്പിക്കുവാൻ കഴിയത്തില്ല. Dear children of God, if you are standing for holiness, the presence of God will be with you and no fiery furnace can burn you. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ മാത്രം കരമുയർത്തി ഒന്ന് ദൈവത്തെ If you സ്തുതിച്ചാട്ടെ. believe it, please lift your hand and praise the Lord. ഹല്ലേലൂയ. സ്തോത്രം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ, 16-17 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം, വെള്ളത്തിൽ കൂടെ നീ കടക്കും, നദിയിൽ കൂടെ നീ കടക്കും, എന്നാൽ അത് നിന്നെ കവിയുകയില്ല. It says actually, ഹല്ലേലൂയ, സ്തോത്രം. the book of Isaiah, it says, you will walk through fire, you walk through water, but they will not destroy you. തീയിൽ കൂടെ നീ കടക്കും, എന്നാൽ അഗ്നിജാല നിന്നെ ദഹിപ്പിക്കത്തില്ല.
It says, you will walk through the fire, but it will not burn you. നിന്റെ മിടുക്ക് കൊണ്ടല്ല, It is not because of your any good quality. സാമർത്ഥ്യം കൊണ്ടല്ല, It's not because of any, അറിവ് കൊണ്ടല്ല, it's not because of your പണം knowledge. കൊണ്ടല്ല. It's not because of your money. സ്തോത്രം, ദൈവം നിന്നോട് കൂടെയുണ്ട്. The presence of God is with you. സ്തോത്രം, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവ പൈതലേ, My dear children of God, ജീവിതത്തിൽ മറ്റൊന്നുമില്ലെങ്കിൽ, even if you don't have anything else in ദൈവ your life, സാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ if the presence of God is with you, അത് മതിയെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. you should understand that is more than അതാണ് enough. നിന്റെ സമസ്ത മേഖലയിൽ നിന്നോട് കൂടിയിരിക്കുന്നത്. And that will be all the realms of your life, it will be with you. വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദൈവപൈതലെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. No power can destroy a child of God who stands for holiness. രണ്ടാമത് നമുക്ക് കടന്നു വരുമ്പോൾ ഞാൻ വേഗം കടന്നു പോകുക. രണ്ടാമത് സ്തോത്രം, പ്രമാണം അനുസരിക്കുന്ന വ്യക്തിയാണ് യഹൂദൻ എന്ന് പറഞ്ഞു. We see the Jew is the one who would always follow the word of God. ദൈവത്തിന്റെ നിയമം അതേപടി അനുസരിക്കുന്ന വ്യക്തിയാണ് യഹൂദൻ എന്ന് പറഞ്ഞാൽ, Jew is a person who would actually follow all the laws that he has been ഈ given. കാലവേളയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവമാണ് യഹൂദന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. We see that this is a peculiar quality we see even today. ആരെല്ലാം തകർക്കാൻ നോക്കിയാലും തകരുവാൻ കഴിയത്തില്ല. No matter whoever is trying to destroy him, he cannot be, സർവശക്തനായ ദൈവം അവനോട് കൂടെയുണ്ട്. because the mighty God is with him. വ്യവസ്ഥ പാലിക്കുന്ന ദൈവപൈതലിന്റെ കൂടാണ് ദൈവ സാന്നിധ്യം കൂടിയിരിക്കുന്നത്. If you follow the ways of the Lord, God's presence will be with you. സ്തോത്രം, മോർദെഖായിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ ദൈവിക വ്യവസ്ഥ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുന്ന വ്യക്തിയല്ല. We see that actually Mordecai was a person who always stood by the word of God. മോശയുടെ മരണശേഷം യഹോവയായ ദൈവം യോശുവയെ തിരഞ്ഞെടുത്തു. We see that after death of Moses, Joshua was selected. യോശുവയോട് പറഞ്ഞു, യോശുവയെ 4 വാഗ്ദത്തങ്ങൾ യോശുവയ്ക്ക് കൊടുത്തു. ഒന്നാമത്തെ വാഗ്ദത്തം, നീ നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് ദാനമായി തന്നിരിക്കും. He was given 4 covenants, and one of them was actually, wherever you set your foot, I will give you that ഞാൻ place. നിന്നോട് കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. He said, I will be with you and I will not let you go. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ജീവകാലത്ത് ഒരു വ്യക്തിയും നിന്റെ നേരെ നിൽക്കത്തില്ല. In your lifetime, nobody will stand against you. ഹല്ലേലൂയ, നീ പോകുന്നിടത്തൊക്കെ നീ ശുഭമായിരിക്കും. And you will be a successful and blessed person wherever you എത്ര go. അനുഗ്രഹിക്കപ്പെട്ടതായ വാഗ്ദത്തമാണ്. What are the blessed എത്ര blessings here? അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. What a blessed life that is. ഹല്ലേലൂയ. പക്ഷേ അവിടെ ഒരു ക്ലോസ് കൊടുത്തിട്ടുണ്ട്. But there is a clause that was given to it. ഞാൻ എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതായ വചനം, ഹല്ലേലൂയ, അത് വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങരുത്. But he was given a condition to Joshua, saying that the word I have given to Moses, you should walk in it and should not move left or right. യഹൂദന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്തോത്രം, വചനം വിട്ടവൻ ഇടത്തോട്ടോ വലത്തോട്ടോ നീങ്ങത്തില്ല. The peculiarity about Jew is that actually he will not move left or right from the word of God. അവന്റെ കൂടെ ദൈവ സാന്നിധ്യം ഉണ്ടായി. And God's presence is always with ഇന്ന് him. പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവവിതനെ, And today, my children of God, സാഹചര്യത്തിന് ഒത്തവണ്ണം മാറ്റേണ്ടതല്ല ദൈവത്തിന്റെ പ്രമാണം എന്ന് പറയുന്നത്. the law of the Lord is not something you change according to the situation. എന്നേക്ക് സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. That is always the same and constant. അത് പ്രമാണിക്കുന്ന ദൈവവൈതലേ, If you follow the word of God, നിനക്കെതിരെ ശത്രു പദ്ധതി ഒരുക്കിയേക്കാം. there could be plans that evil can bring against you. 50 മുഴം നീളമുള്ള കഴുകമരം നിനക്ക് എതിരായിട്ട് ഒരുക്കിയേക്കാം. We see that actually a pole was set up to hang Mordecai. പക്ഷേ അതിന്മേൽ ആരെയാ തൂക്കേണ്ടത്? നീ സേവിക്കുന്ന ദൈവമാണ് നിശ്ചയിക്കുന്നത്. But who will be hung on it? It is the Lord, the heaven, who we serve, will decide on it. ശത്രു ഒരുക്കിക്കൊള്ളട്ടെ. Let the enemy decide something. Yeah. നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല. You don't have to worry about it. സ്തോത്രമാലരി, എൻ്റെ ദൈവമാണ് നിശ്ചയിക്കുന്ന ആരെയാ അതിനകത്ത് It തൂക്കണം. is our heavenly Father who will decide who will get hung. വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദൈവവൈതലേ, If you walk for holiness, പ്രമാണം അനുസരിക്കുന്ന ദൈവവൈതലേ, if you walk by the word of God, നിന്നെ ദൈവം സൂക്ഷിക്കുക മാത്രമല്ല, നിന്നെ ആ ദൈവം ഉയർത്തുന്നത്. he said not only he will protect you, but he will lift you. നീ എത്ര പരിശ്രമിച്ചാലും, സ്തോത്രം, മോർദെഖായിയോട് ചോദിച്ചാൽ പറയും, എത്ര പരിശ്രമിച്ചാലും ഇതുപോലൊരു പദവി എനിക്ക് ലഭിക്കത്തില്ല. He said, whatever, how much I try, I will not get a position like this. ഏറ്റവും മാനിക്കപ്പെട്ട അവസ്ഥയിലേക്ക് മോർദെഖായെ കൊണ്ടുവന്നതിന് കാരണമെന്ന് ചോദിച്ചാൽ, അവൻ പ്രമാണം അനുസരിക്കുന്നവനാണ്. He got into a very blessed position. That's because he was following the word of God. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത പ്രത്യേകത, പല പ്രത്യേകതയുണ്ട്. അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ സ്തുതിക്കുന്നവനാണ്. The third quality about is actually he praises the Lord. യഹൂദന്റെ പ്രത്യേകത, അവൻ സ്തുതിക്കുന്നവനാ.
And the third peculiarity is that he always praises the Lord. സ്തോത്രം, ഹല്ലേലൂയ. 34-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ദാവീദ് പറയുന്നു, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി വല്ലപ്പോഴുമല്ല എപ്പോഴും എൻ്റെ നാവിന്മേലുണ്ട്. In Psalms 34, David says, actually, I will praise the Lord and his praise will be on my tongues always. കഷ്ടകാലത്ത് മാത്രമല്ല, സുഖകാലത്ത് മാത്രമല്ല, എല്ലാ കാലത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കും. It is not during ups and downs in my life, but through all the times his praise will be on my mouth. സ്തുതിക്കുന്നതുകൊണ്ട് പ്രത്യേകത എന്തുവാ? സ്തുതിക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം. സ്തുതിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം, ഹല്ലേലൂയ. നാം ദൈവത്തിന് ഇറങ്ങി വന്ന് വസിക്കുവാനുള്ള സിംഹാസനം നാം ഒരുക്കുക. When we praise the Lord, we should understand we are creating a throne for God, Jesus to come down and sit. നമ്മുടെ ദൈവം സ്തുതികളിന്മേൽ വസിക്കുന്ന ദൈവം. Because our God actually resides over the praises we give him. ഏതെല്ലാം പ്രതികൂലം ജീവിതത്തിൽ വന്നാലും, whatever challenges comes in our life, സ്തുതിക്കുന്ന ദൈവത്തിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. there is no power that can break a person who praises God. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. നമുക്കറിയാം, സ്തോത്രം, പൗലോസിനെയും ശീലാസിനെയും We see Paul and Silas. ഹല്ലേലൂയ ചന്തസ്ഥലത്ത് കൊണ്ട് വലിച്ചു കൊണ്ടുപോയി. They said they were taken into the marketplace. കോലുകൊണ്ട് അടിപ്പിച്ചു. They were beaten up. വസ്ത്രം പറിച്ചൊരിഞ്ഞു. We take actually the dress was taken. കാരാഗൃഹത്തിനകത്തിട്ടു. They were thrown into the prison. ഹല്ലേലൂയ. കാലുകൾ ആമത്തിലിട്ട് പൂട്ടി. They were chained in their legs. കൈകൾ ആ ചങ്ങലകളാൽ ബന്ധിച്ചു. The hands were chained as well. ഒരു വിധത്തിലും പുറത്തു വരുവാൻ കഴിയത്തില്ല. There's no way they could come outside. ഹല്ലേലൂയ. ശരീരം വേദന കൊണ്ട് പൊളയുകയാണ്. They were going through a very big pain. ഹല്ലേലൂയ. സ്തോത്രം, ഹല്ലേലൂയ. വിടുതൽ നടക്കുമ്പോൾ മാത്രമല്ല ദൈവത്തെ സ്തുതിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദൈവത്തെ സ്തുതിച്ചാലുണ്ടല്ലോ ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാനിടയാണ്. It is not only during deliverance, but in all the walks of our life we should praise the Lord. അർദ്ധരാത്രി അവർ അടങ്ങിയിരുന്നില്ല കേട്ടോ. In the mid of the night they did not sit idle. അവർ പ്രാർത്ഥിച്ചു തുടങ്ങി. They started praying. പ്രാർത്ഥന ഒരു ആരാധനയായി വെളിപ്പെട്ടു. The prayer converted into a worship. ദൈവത്തിന് ഇരിക്കുവാൻ കഴിയത്തില്ല. God could not sit there. അവൻ ദൂരസ്ഥനായ ദൈവമെങ്കിലും സ്തുതിക്കുന്നവരുടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. Even though he sits far away, actually he is the one who comes down for anybody who praises him. ദൈവ സാന്നിധ്യം വെളിപ്പെട്ടു. The presence of God was seen there. ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഭൂകമ്പമായി വെളിപ്പെട്ടു. It came as an earthquake. സ്തോത്രം. സ്തുതിക്കുന്നവരുടെ മേൽ ഇറങ്ങി വരുന്ന ഒരു സാധാരണ ശക്തിയല്ല, ഒരു അസാധാരണ ശക്തിയാണ്. It is not an ordinary but an extraordinary power that comes upon anybody who praises God. അത് കാരാഗൃഹത്തിൽ ഇറങ്ങി വന്നു, കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം തകർത്തു. We see that actually that came down to the prison and it broke the foundation of the സകല prison. വാതിലും തുറന്നു. All the doors were opened. സകലരുടെയും ചങ്ങലകൾ അഴിഞ്ഞു വീണു. Every person's chains were broken. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആര് നിന്ദിച്ചോ അവരവരെ മാനിക്കുവാനിടയായി. The same person who actually criticized them actually came to bless them. ഹല്ലേലൂയ. സ്തോത്രം. എന്താ ആരാധന എന്ന് പറഞ്ഞാൽ? What is worship? ഹല്ലേലൂയ. സ്തോത്രം. പുറമേയുള്ള പ്രഹസനമല്ല കേട്ടോ. It is not something that externally we show. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തോടുള്ള നന്ദി ഹൃദയത്തിൽ ഉത്ഭവിച്ച് അത് വായിൽ നിന്ന് പുറത്തു വരുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. Worship is an external expression of from the bottom of your heart for what God has done in your life. അത് പല വിധത്തിലാണ് വരുന്നത് കേട്ടോ. It could come out in different ways. ചിലപ്പോൾ അത്യുച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനിടയാകും. ചിലപ്പോൾ കരച്ചിലായിട്ട് വരും. പല വിധത്തിൽ അത് കടന്നു വരും. Sometimes we may worship in loud prayers. Sometimes it could be in crying. അവിടെയാണ് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നത്. That is where the presence of God comes down. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി ഞാൻ പറയാം. Let me tell you one more thing. സ്തോത്രം. ഇസ്രായേൽ മക്കൾ ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. The people of Israel got deliverance from the ചെങ്കൽ കടന്നു. They crossed the Red Sea. 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തു. 40 years they traveled in the desert. കരകവിഞ്ഞ് ഒഴുകുന്ന യോർദാനും കടന്നു. They also crossed the Jordan River. എന്നാൽ ഒരു വിളിപ്പടകലെ ദൈവത്തിന്റെ വാഗ്ദത്തമായ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ എരിഹോ കോട്ട അവരുടെ ജീവിതത്തിൽ തടസ്സമായി തീർന്നു. And they see that actually the Jericho tower became a stumbling block for them before going into അനേക അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നേക്കാം. There could be a lot of incidents in our life. ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ചേക്കാം. We would have actually delivered by deliverance of God. ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തിന്മേൽ, But the challenge you have now, ഇപ്പോൾ നേരിടുന്നതായ പ്രതികൂലത്തെ, the tribulation you're having now, അതിജീവിക്കണമെങ്കിൽ, if you want to overcome it, യഹോവ ദൈവം അവരോട് പറഞ്ഞു, if God said to him, നിങ്ങൾ 6 ദിവസം മൗനമായിരിക്കുക. He said for 6 days you be quiet. എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിച്ചില്ല.
Nothing happened at that time. 7-ാം ദിവസം മൗനമായിരിക്കേണ്ട ദിവസമല്ല. He said, on the 7th day, you should not be അതരം quiet. തുറന്ന് ദൈവത്തെ സ്തുതിക്കേണ്ട Open your ദിവസമാണ്. mouth and praise the Lord. Shout unto the Lord. He said, shout and ദൈവത്തെ praise the Lord. സ്തുതിക്കേണ്ട ദിവസമാ. He said, that's the day you praise and worship the 6-ാം Lord. ദിവസം ശത്രു നിന്റെ നന്മയെ തടഞ്ഞെങ്കിൽ 6 days, the Satan was able to block your 7-ാം blessings. ദിവസം മൗനമായിരിക്കേണ്ട ദിവസമല്ല. 7th day, it's not a day of 7-ാം quietness. ദിവസം നിന്റെ വിടുതലിന്റെ ദിവസമാ. 7th day is a day of ഇന്ന് deliverance. പകൽക്കാലം അതരം തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാണോ? Open your mouth and praise the Lord. ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ The presence പോകുകയാ. of God will come down for ഒരു you. അത്യന്ത ശക്തിയുടെ വ്യാപാരം വെളിപ്പെടാൻ പോകുകയാ. The power of God will ഇത് come and deliver for you. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Whoever believes it, let's praise the ഓ Lord. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുന്നവർ Whoever remembers the അവർ blessings of God, അടങ്ങിയിരിക്കത്തില്ല. they will not sit അവർ idle. മൗനമായിരിക്കത്തില്ല. They will not keep quiet. അവര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. They will always praise the Lord. സ്തോത്രമാലയ സമയം കടന്നു ഞാൻ ഇവിടെ നിർത്തിയ The time is gone. I want to stop now. ദൈവമക്കളെ ജീവിതത്തിൽ വിശുദ്ധി പ്രാപിച്ചാൽ We should always have holiness in our life. പ്രമാണത്തിനകത്ത് നിന്നാൽ We should walk by the law of word. എല്ലാറ്റിനും ദൈവത്തെ സ്തുതിച്ചാൽ We should always praise the Lord. വിജയകരമായ ഒരു ജീവിതം നയിച്ചെടുക്കുവാനിടയാ. We will be able to lead a victorious Christian life. നമ്മെ സഹായിക്കട്ടെ. May God bless us for that. സമയം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസന്മാർക്കും I thank pastors for this time they've given me. മനോഹരമായി ട്രാൻസ്ലേറ്റ് ചെയ്ത കർത്താവിന്റെ ദാസനും Thank you for the translation too. പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. എന്നെയും എൻ്റെ എൻ്റെ മിനിസ്ട്രിയെ ഓർത്ത്, പ്രത്യേകിച്ച് തെലുങ്കാനയുള്ള മിനിസ്ട്രിയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം അറിയിച്ചു ദിവസം. I kindly request you to pray for pastor and his ministry in Telangana. Thank you.